സംസ്ഥാന മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉൾപ്പെടുന്ന നവകേരള സദസ്സ് കൊല്ലം ജില്ലയിലേക്ക് നാളെ പ്രവേശിക്കുമ്പോൾ വേറിട്ട ഒരു സ്വീകരണമൊരുക്കി കശുവണ്ടിയുടെ നാട്. കശുവണ്ടി കൊണ്ട് മുഖ്യമന്ത്രിയുടെ ചിത്രം മനോഹരമായി അലങ്കരിച്ച ഡാവിഞ്ചി എന്ന കലാകാരൻ്റെ ആ കരവിരുത് ഏറെ ശ്രദ്ധേയമായി. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നവകേരള സദസ്സ് നാളെ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഈ നവകേരള സദസ്സ് ഓരോ ജില്ലകളിലേക്കും പ്രവേശിക്കുമ്പോൾ അവിടെ വ്യത്യസ്തങ്ങളായ സംഘാടനം കൊണ്ട് അതിൻ്റെ സംഘാടകർ നവകേരള സദസ്സിന് സ്വീകരണമൊരുക്കുകയാണ്. കൊല്ലം കശുവണ്ടിയുടെ നാടാണ്. ഒരു കാലത്ത് കശുവണ്ടിയുടെ കുത്തക കൊല്ലം ജില്ലയ്ക്ക് തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് ആ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. കശുവണ്ടി വ്യാപാരികളും സ്ഥാപനങ്ങളുമൊക്കെ വലിയ പ്രതിസന്ധിയിലും കടക്കണിയിലുമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഈ നവകേരള സദസ്സ് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വേറിട്ട സ്വീകരണമൊരുക്കി കൊല്ലത്തെ സംഘാടകർ. കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥാപനങ്ങൾ കൊല്ലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ഥാപനങ്ങളുടെയെല്ലാം സംയുക്താഭിമുഖ്യത്തിലാണ് ഏതാണ്ട് 2 ലക്ഷം രൂപയുടെ കശുവണ്ടി കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഛായാചിത്രമൊരുക്കിയത്. ഡാവിഞ്ചി എന്ന വളരെ അതുല്യനായ ഒരു കലാകാരനാണ് തൻ്റെ കരവിരുത് മാസ്മരികമായി പ്രയോഗിച്ച് കശുവണ്ടി മാത്രം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ചിത്രം തീർത്തത്. ഏതാണ്ട് 30 അടിയോളം വിസ്തൃതിയുള്ള ആ ചിത്രത്തിൻ്റെ ദൃശ്യവൽക്കരണവും അതിൻ്റെ നിർമ്മിതിയുമൊക്കെ വളരെ ശ്രദ്ധേയമായി. സ്വാഭാവികമായ കശുവണ്ടിയുടെ നിറവും രൂപവും അത് പ്രോസസ്സ് ചെയ്യുമ്പോഴുണ്ടാകുന്ന വെറൈറ്റി ക്വാളിറ്റിയുമൊക്കെ വളരെ മനോഹരമായി സംയോജിപ്പിച്ചാണ് ഇത്തരം